പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പറയുന്നത് ഇപ്പോൾ ഈ സർവേ തന്നെ പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ലേബർ ഫോഴ്സ് യങ്ങറാണ്. പ്ലസ് അവർക്ക് ഡൈനാമിക് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു ഫോഴ്സാണ് നമ്മുടെ. അപ്പോൾ ഈ ഫോഴ്സിനെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്കിടെ അടുത്തുള്ള ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഫൗണ്ടേഷനും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിത്ത് ദ കോഓപ്പറേഷൻ ഓഫ് മറ്റേ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയമായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എത്രത്തോളം ബഡ്ജറ്റിൽ അലൊക്കേഷൻസും അതിനകത്ത് എങ്ങനെയാണ് അത് ദീർഘവീക്ഷണത്തോടുള്ള അപ്രോച്ചും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടി വരും. ഈ GDP നമ്മൾ സെറ്റ് ചെയ്ത് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനകത്ത് പറഞ്ഞത് നമ്മൾ ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 3ാമത്തെ ശക്തിയായിട്ട് ഇപ്പം 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ ജപ്പാന് എല്ലാം മറികടന്ന് ഇവിടേക്ക് വരുന്നു. പക്ഷേ ഈ GDP ഇങ്ങനെ പറയുമ്പം നമ്മൾ ശരിക്കും ആളോഹരി GDPയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഈ ആളോഹരി GDP നോക്കുമ്പം നമ്മൾ ഈവൻ നമ്മളെക്കാളും വളരെ താഴ്ന്ന ടോട്ടൽ GDP ഉള്ള രാജ്യങ്ങൾ അവരുടെ മെച്ചപ്പെട്ടതാണ്, അവരെക്കാളും മെച്ചപ്പെട്ട ഉദാഹരണം ബംഗ്ലാദേശാണ്. വിയറ്റ്നാം നോക്കിയാൽ വിയറ്റ്നാമിൽ നമ്മുടെ ഇന്ത്യയിൽ 2,900 US$ സ്ഥലത്ത് അവിടെ 4,400 4,500 US$ പെർ ക്യാപിറ്റ GDP. പക്ഷെ അവർക്ക് നമ്മളെക്കാളും ടോട്ടൽ GDP കുറവാണ്. കാരണം അവിടുത്തെ ഏരിയ കുറവാണ്, അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റി കുറവാണ്. സ്റ്റിൽ ഈ ഒരു ഡിസ്പാരിറ്റി ഉള്ളവനില്ലാത്തവർ നമ്മളുടെ ഡിസ്പാരിറ്റി ഇപ്പോൾ ഈ പറയുന്ന ഈ മിഡിൽ ലെവൽ ആൻഡ് ലോ ലെവലിലെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൂടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു വൈഡനിങ് സിറ്റുവേഷൻ അത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കും എന്നുള്ളതാണ് എനിക്കൊരു. അതുകൊണ്ട് നമുക്ക് ഉള്ള ഒരു പ്രശ്നം കൂടെയാണ് ഈ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പാരിറ്റി. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ പെർ ക്യാപിറ്റ GDP അല്ല ഒറീസയിലുള്ളത്, അല്ലെങ്കിൽ ജാർഖണ്ഡിലുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്ന കോൺട്രഡിക്ഷൻസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ ഒറ്റ GDP ഗ്രോത്ത് അല്ലെങ്കിൽ 3ാമത്തെ എക്കോണമി എന്ന് നമ്മൾക്ക് മേനി പറയാമെന്നുള്ളതല്ലാണ്ട് അത് റിയൽ ലൈഫിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഈ ഒരു നെഗറ്റിവിറ്റീസ് എല്ലാം നിൽക്കുമ്പോഴും ഇപ്പോൾ ഒരു വിനർ ടേക്സ് ഓൾ എന്നുള്ള സിറ്റുവേഷൻ, ജയിക്കണവനെല്ലാം കൊണ്ടുപോകാം എന്നുള്ള ഒരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം എത്രത്തോളം നമ്മൾ കോമ്പറ്റേറ്റീവ്നെസ് നമ്മൾ ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം കേരളത്തിൽ ഉള്ള ഒരു ഗ്രോത്ത് റേറ്റോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾക്കിടെ ഒരു നോളജ് റേറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം മുന്നിലാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ പൊസിഷൻ ഈ പറയുന്ന ഒരു യുദ്ധത്തിനകത്ത് ആരാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് അവർക്ക് അതിനകത്ത് അവിടെ ഒരു ഫുട്ഫോള് എത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പം അതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ചാലഞ്ചിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയമായിട്ട് വരിക.